നെഹ്റുവിനെയും ഗാന്ധി കുടുംബത്തെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയുണ്ടായി. സ്വന്തം കസേര സംരക്ഷിക്കണമെന്ന് ഗാന്ധി കുടുംബം ശ്രമിച്ചെന്ന് ലോക്സഭയിൽ നടന്ന ഭരണഘടനാ ചർച്ചയിന്മേലുള്ള മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ആരോപിച്ചു. സ്വന്തം ഭരണം നിലനിർത്താനാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. ആയിരങ്ങളെ ജയിലിലടച്ചു, പ്രതികരിച്ചവരെ അടിച്ചമർത്തി, ജുഡീഷ്യറിയെ അപര്യാപ്തമാക്കിയെന്നും മോദി ആരോപിച്ചു. പ്രതിപക്ഷമുയർത്തിയ മണിപ്പൂർ, അദാനി, സംഭാൽ തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി ഒരു വാക്ക് പോലും മിണ്ടാതിരുന്നതായി പ്രധാനമന്ത്രിയുടെ 1 മണിക്കൂറും 45 മിനിറ്റ് നീണ്ട പ്രസംഗം കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനുമെതിരെ സംസാരിക്കാനാണ് ഭൂരിഭാഗം സമയം മോദി ഉപയോഗിച്ചത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ തീവ്രവാദികൾക്കൊപ്പം നിന്ന് ഭരണഘടനയും ആത്മാവിനെ ബലികഴിപ്പിച്ചുവെന്നും മോദി കുറ്റപ്പെടുത്തി. ഭരണഘടനയുടെ ആത്മാവിനെ വ്രണപ്പെടുത്തി ഭരണഘടന ഭേദഗതി ചെയ്തെന്ന് നെഹ്റുവിന്റെ കാലം മുതലേ കോൺഗ്രസ് ശീലമാക്കിയതാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന്റെ കറ കോൺഗ്രസിന് ഒരു കാലത്തും കഴുകിക്കളയാൻ സാധിക്കില്ല. രാജ്യത്തിന്റെ വികസനത്തിന്റെ ഓരോ ഘട്ടത്തിലും ഗാന്ധി കുടുംബം ഭരണഘടന വെല്ലുവിളിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭരണഘടന തടസ്സമാണെങ്കിൽ അത് ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിന്റെ ഐക്യത്തിന് തടസ്സമായതിനാൽ ആർട്ടിക്കിൾ 370 BJP സർക്കാർ നീക്കം ചെയ്തെന്നും രാഷ്ട്രത്തിന്റെ ഐക്യമാണ് തങ്ങളുടെ മുൻഗണനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആർട്ടിക്കിൾ 370 കാരണം ഇന്ത്യൻ ഭരണഘടന ജമ്മു കാശ്മീരിൽ എത്തിയില്ല. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും അത് എത്തിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു രാജ്യം ഒരു നികുതി മുന്നോട്ട് വയ്ക്കുന്ന GST നടപ്പാക്കാൻ സാധിച്ചുവെന്നും രാജ്യത്തിന്റെ വികസനത്തിൽ ഇത് വലിയ പങ്ക് വഹിച്ചുവെന്നും മോദി അവകാശപ്പെട്ടു. പ്രധാനമായും സംവരണം ദുരുപയോഗിച്ചു. നെഹ്റുവിന്റെ കാലം മുതൽ സംവരണം ദുരുപയോഗം ചെയ്തെന്നും കോൺഗ്രസ് തങ്ങളുടെ വോട്ട് ബാങ്കായി ജാതി ഉപയോഗിച്ചുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ടായിരുന്നു. രാജ്യത്തിന്റെ ഒരു ഭാഗവും ദുർബലമാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകരുതെന്ന് അംബേദ്കർ തീരുമാനിച്ചു. എന്നാൽ കോൺഗ്രസ് തങ്ങളുടെ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ മതപരമായ സംവരണം നൽകിയെന്നും മോദി കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ വികസനത്തിന് തടയിട്ട് കോൺഗ്രസ് ആണ്. എന്നാൽ BJP രാജ്യത്തിന്റെ വികസനത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. പാവപ്പെട്ടവരുടെ ഉന്നമനമായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. 2014 വരെ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകൾ രാജ്യത്തുണ്ടായിരുന്നു. മുൻ സർക്കാരിന്റെ നടപടികൾ മൂലമാണിത്. എന്നാൽ BJP സർക്കാർ അതിന് മാറ്റമുണ്ടാക്കി, പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭരണഘടന മാറ്റി മനുസ്മൃതി വേണമെന്ന് ഹിന്ദുത്വ സൈദ്ധാന്തികനായ വിനായക് ദാമോദർ സവർക്കർ വിശ്വസിച്ചിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. ഭരണഘടനയിൽ ഇന്ത്യനായി ഒന്നുമില്ലെന്ന് പ്രസ്താവിച്ചയാളാണ് സവർക്കർ എന്നും മനുസ്മൃതിയാണ് ഭരണകക്ഷിക്കാരുടെ നിയമമെന്നും ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു. നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യനായി ഒന്നുമില്ലെന്ന് തന്റെ രചനകളിൽ VD സവർക്കർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന സംരക്ഷിക്കുമെന്ന് BJP പറയുമ്പോൾ സവർക്കറെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. RSSന്റെ ആശയങ്ങളുടെ പരമോന്നത നേതാവായ സവർക്കറുടെ ഭരണഘടനയെക്കുറിച്ചുള്ള വ്യാഖ്യാനം ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ പ്രസംഗം ആരംഭിച്ചത്. രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ BJP MPമാർ ബഹളം വെച്ചെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. BJPയെ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരോട് താരതമ്യപ്പെടുത്തി. ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ചതുപോലെ യുവാക്കളുടെ അഭിലാഷങ്ങളെ BJP ഞെരുക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. സർക്കാർ ജോലികളിലേക്ക് ലാറ്ററൽ എൻട്രി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ യുവാക്കളുടെ പിന്നോക്ക വിഭാഗക്കാരുടെയും പാവപ്പെട്ടവരെയും പെരുവിരൽ മുറിക്കുകയാണ്. 70ഓളം ചോദ്യപേപ്പർ ചോർന്നു. ഇതിലൂടെ യുവാക്കളുടെ പെരുവിരൽ വെട്ടിക്കളഞ്ഞു. ഡൽഹിക്ക് പുറത്ത് കർഷകർക്ക് നേരെ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. കർഷകർക്കെതിരെ ലാത്തി ചാർജ് നടത്തി. കർഷകർ താങ്ങുവില ആവശ്യപ്പെടുന്നു. എന്നാൽ അദാനിക്കും അംബാനിക്കും ലാഭമുണ്ടാക്കി കൊടുത്ത് കർഷകരുടെ തള്ളവിരൽ മുറിച്ചു കളയുകയാണ് BJP സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. അദാനിക്ക് ധാരാവി നൽകുമ്പോൾ ധാരാവിയിലെ ചെറുകിട വ്യവസായികളുടെ പെരുവിരലാണ് വെട്ടിമാറ്റിയത്. തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും അദാനിക്ക് നൽകുന്നതിലൂടെ സത്യസന്ധരായ ബിസിനസ്സുകാരുടെ പെരുവിരൽ മുറിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഹത്രാസ് കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി വീട്ടിൽ അടച്ചിരിക്കുമ്പോൾ പ്രതികൾ ഇപ്പോഴും സ്വൈര്യമായി ചുറ്റിക്കറങ്ങി നടക്കുകയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വ്യക്തമായ നിലപാടിലൂടെ രാഹുൽ ഗാന്ധി എടുത്തെടുത്ത് BJPക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും അതെല്ലാം മിണ്ടാതിരുന്ന് കേൾക്കുക മാത്രമാണ് മോദി ചെയ്യുന്നത്. മാത്രമല്ല, മോദിയുടെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം കുടുംബത്തെ ആക്രമിക്കുന്നു, രാഷ്ട്രീയ കുടുംബത്തെ അപലപിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ശക്തമായി ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് കേന്ദ്ര മന്ത്രിസഭ തന്നെയാണ്. അതിന്റെ പ്രധാന ഉത്തരവാദി മോദിയും.